ഇപ്പോൾ ഉള്ള എല്ലാവരുടെയും മെയിൻ ഡൗട്ടാണ് പരീക്ഷ എത്താറായി ഒന്നും പഠിച്ചിട്ടില്ല. ഇതിന് കാരണം നിങ്ങൾ പഠിക്കേണ്ടത് ദിവസവും മാറ്റി വയ്ക്കുന്നത് കൊണ്ടാണ്. ഈ വീഡിയോ എപ്പോഴാണ് കണ്ടു തീർക്കുന്നത് അപ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങുക. നാളത്തേക്ക് മാറ്റി വയ്ക്കരുത്. അതിനായി ഞാൻ നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ തരാം. നമ്മുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടാകും ക്ലാസ്സിൽ നിന്നൊന്നും പഠിക്കില്ല, പക്ഷേ എക്സാം ടൈമിൽ അവരായിരിക്കും ക്ലാസ് ടോപ്പർ. നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ അവരെങ്ങനെയാണ് പഠിക്കുന്നതെന്ന്? ഹാർഡ് വർക്കിന് പകരം സ്മാർട്ട് വർക്കായി പഠിക്കുക, അതാണ് അവർ ചെയ്യുന്നത്. ഈ 21 ഡേ ചലഞ്ച് നിങ്ങൾ ഫോക്കസ്ഡായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അവരെ പോലെ ആകാം. നമ്മൾ 21 ഡേ ചലഞ്ചാണ് എടുക്കുന്നത്. ഈ ഒരു ചലഞ്ച് നിങ്ങൾ സിൻസിയറായി ഫോക്കസ്ഡായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതൊക്കെ പഠിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എങ്ങനെയാണ് 10th പഠിച്ചതെന്ന് കൂടി ഞാൻ പറയുന്നുണ്ട്. ആദ്യം തന്നെ ഉണ്ടാക്കേണ്ടത് ഒരു പെർഫെക്റ്റ് ടൈം ടേബിളാണ്. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടെന്ന് നോക്കുക. എന്നിട്ട് അതൊക്കെ ലിസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് അറിയാമെന്നുള്ളത് ലിസ്റ്റ് ചെയ്യാം. കാരണം എക്സാം ടൈമിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറേ ചാപ്റ്റേഴ്സ് കാണുമ്പോൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇതൊക്കെ പഠിച്ചു തീർക്കാൻ കഴിയുമോ എന്നുള്ള ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചാപ്റ്റേഴ്സ് എല്ലാം റെഡിയായി. നമുക്ക് 3 വീക്കാണുള്ളത്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഏതൊക്കെ ദിവസങ്ങളിൽ അവധി ഉണ്ടെന്ന് നോക്കുക, ഏതൊക്കെ സമയം ഫ്രീ കിട്ടുന്നുണ്ടെന്ന് നോക്കുക. അതൊക്കെ നോക്കിയിട്ടാണ് ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടത്. ഓരോ ദിവസവും നിങ്ങൾക്കുള്ള സമയമനുസരിച്ച് ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കാൻ തുടങ്ങുക. ഓരോ ദിവസവും 2 സബ്ജക്റ്റ് എങ്കിലും പഠിക്കുക. കാരണം ഒരു സബ്ജക്റ്റ് തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. 2 സബ്ജക്റ്റിൽ ഒന്ന് നിങ്ങൾക്ക് ടഫായതും 2 ഈസി ആയതും പഠിക്കാവുന്നതാണ്. പ്ലാനൊക്കെ റെഡിയായി. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. നിങ്ങൾ ബൈഹാർട്ട് ചെയ്യരുത്. കാരണം ബൈഹാർട്ട് പഠിക്കുന്നത് നമുക്ക് ഷോർട്ട് ടേമിലേക്ക് മാത്രമേ പഠിക്കാൻ കഴിയൂ. അതുകൊണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ അതിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എക്സാം ടൈമിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ കണ്ടാൽ വേഗം ആൻസർ ചെയ്യാൻ കഴിയും. നിങ്ങൾ പഠിച്ചത് വെച്ച് വീട്ടിൽ നിന്ന് തന്നെ കുറേ എക്സാം ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഏതൊക്കെ മനസ്സിലായി, ഏതൊക്കെയാണ് മനസ്സിലാവാത്തത്. അതുകൊണ്ട് തന്നെ എക്സാമിന് തെറ്റ് വരുത്താനുള്ള ചാൻസ് കുറയും. എല്ലാ ചാപ്റ്റേഴ്സ് പഠിച്ചതിനു ശേഷം നിങ്ങൾക്കെല്ലാം റിവൈസ് ചെയ്യാവുന്നതാണ്. കുറേ പേരുടെ ഡൗട്ടാണ് രാവിലെ പഠിക്കുന്നതാണോ നല്ലത് രാത്രി പഠിക്കുന്നതാണോ എന്ന്. ഇത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഏത് സമയമാണ് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത് ആ സമയത്ത് തന്നെ പഠിക്കുക. ഈ 21 ഡേ ചലഞ്ചിന് നിങ്ങൾ റെഡിയാണെങ്കിൽ റെഡി എന്ന് കമൻ്റ് ഇട്ടോളൂ. ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.